സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ട് മുരളി തൻ്റെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ദേവികയുടെ ഡ്രൈവറായിട്ട്. എന്തായാലും മീരയുടെ ഓർമ്മ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കണമെന്നും അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയോട് വന്ന് പറയുന്നുണ്ട്. താൻ എന്തായാലും നാളെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുമെന്നും മീരയ്ക്ക് വേണ്ടി തനിക്കും പ്രാർത്ഥിക്കണമെന്നും അവൾ എൻ്റെ സ്വന്തം മോളെ പോലെയാണെന്നൊക്കെ തന്നെ പ്രഭാവതിയും പറയുന്നു. പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് നന്ദനെയും ദേവികയെയും മുരളിയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നന്ദൻ്റെയും ദേവികയുടെയും ഉറ്റ സുഹൃത്തായിട്ടുള്ള കെവിൻ എത്തുന്നത്. അവനാണെങ്കിൽ മുരളിയുമായിട്ടൊന്ന് ആദ്യം ഏറ്റുമുട്ടുന്നുണ്ട്. അതായത് നന്ദൻ്റെയും ദേവികയുടെയും സുഹൃത്താണെന്ന് അറിയാതെയാണ് മുരളി അവനെ തല്ലാനൊക്കെ ആയിട്ട് പോകുന്നത്. എന്തായാലും ദേവിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വഴിയരികിൽ കാറിട്ടിട്ടാണ് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നത്. എന്തായാലും ആ കെവിൻ വന്നിരിക്കുന്നത് വലിയൊരു സർപ്രൈസായിട്ടാണ്. അതായത് നന്ദന് ജോലിയില്ലാതിരിക്കുന്ന നന്ദനാവട്ടെ വലിയൊരു ആശ്വാസമായിട്ടാണ് കെവിൻ്റെ ആ ഒരു വരവ്. കെവിൻ വിദേശത്തായതുകൊണ്ട് തന്നെ നാട്ടിലെ ബിസിനസ് സ്ഥാപനങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരു പാർട്ട്ണറെ ആവശ്യമുണ്ടെന്നും അതിൽ ഒരാളെ കണ്ടുപിടിക്കണമെന്നും അതിനെ കണ്ടുപിടിക്കാനായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേവികയ്ക്കും നന്ദനും പ്രഭാവതിക്കൊക്കെ തന്നെ കാര്യം മനസ്സിലാവുകയാണ്. അതായത് നന്ദനെയാണ് പുതിയ ബിസിനസ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നന്ദനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പ്രഭാവതി പറയുകയാണ്, എൻ്റെ മോനിപ്പോൾ ചന്ദ്രവത്തിലെ കമ്പനി പൂട്ടിയതിന് ശേഷം ജോലിയില്ലാതെ ഇരിക്കുകയായിരുന്നു, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെവിനോട് നന്ദി പറയുന്നു. ദേവികയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം നന്ദനെ യോജിച്ച ഒരു ജോലി തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. എന്തായാലും കെവിൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്യാനായിട്ട് നന്ദൻ തയ്യാറാവുകയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞതുപോലെ തന്നെ മീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രഭാവതി രാവിലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ പ്രഭാവതിയെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ ദുരന്തമാണ്. അതായത് ഋഷിയുടെ ഫ്രണ്ട്സ് പ്രഭാവതി തൊഴുകാൻ പോകുന്നത് കാണുന്നുണ്ട്. എടാ, അവരെ ഇവിടെ ക്ഷേത്രത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഋഷി പറയുകയാണ്, അപ്പോൾ പിന്നെ ഒട്ടും താമസിക്കേണ്ട, അവരെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തേക്കുമെന്ന്. എന്തായാലും പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ഋഷി പ്ലാൻ ഇടുന്നത്. അങ്ങനെ ചന്ദ്രവത്ത് കുടുംബം മറ്റൊരു വലിയ ദുരന്തത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. എന്തായാലും പിന്നീട് നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, രജനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അതായത് ഗിരിയെ അറസ്റ്റ് ചെയ്തു എന്നും എത്രയും പെട്ടെന്ന് വന്നാൽ ജാമ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാര്യം എന്താണെന്ന് വ്യക്തമല്ല. രജനിയാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഗിരിയുടെ അമ്മയാവട്ടെ രജനിയോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്നും. അറിയില്ല, ഗിരിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ വാവിട്ട് കരയുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മുടെ രജനിയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. ഈ സമയം അച്ഛനെ വിളിക്കാനായിട്ട് ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്. സിദ്ധാർത്ഥിനെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല, പ്രഭാവതിയെ വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് രജനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു മുഖം എന്ന് പറയുന്നത് നമ്മുടെ ദേവികയുടേത് തന്നെയാണ്. അവളാണെങ്കിൽ ദേവികയെ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. കാരണം ദേവിക വിചാരിച്ചാൽ ഉറപ്പായിട്ടും ഗിരീഷിനെ സ്പോട്ടിൽ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മീറ്റിങ്ങിലിരിക്കുന്ന ദേവികയാണെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ആദ്യം കേൾക്കുന്നത് നമ്മുടെ രജനിയുടെ കരച്ചിലാണ്. എന്താ ചേച്ചി, എന്താ കാര്യം തെളിച്ച് പറയുമ്പോൾ രജനിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഗിരിയേട്ടൻ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ അവർ ഗിരിയേട്ടനെ ഉപദ്രവിക്കുമെന്നൊക്കെ പറയുകയാണ്. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ചന്ദ്രവത്ത് വീടിനെ കാത്ത് വലിയ ദുരന്തങ്ങളാണ് വരാനിരിക്കുന്നത്. അങ്ങനെ പ്രഭാവതി നമ്മുടെ ഋഷിയുടെ കസ്റ്റഡിയിലായ കാര്യവും ആരും തന്നെ അറിയുന്നില്ല. അപ്പോൾ കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.